യൂട്യൂബ് ചാനലിനകത്ത് നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് 2000 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ടാസ്കുകളൊക്കെ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ടാസ്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് രജിസ്ട്രേഷന്, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി സൈനപ്പ് ചെയ്യുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായിരിക്കും. അപ്പോൾ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോവൽ ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഇതിൽ വലിയ ഡിഫിക്കൽറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും 2 സെക്കൻഡ് സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ സൈനപ്പ് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാസ്ക് അത് നമ്മളല്ല ടാസ്ക് ചെയ്യേണ്ടത്, ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് വേണം ചെയ്യിപ്പിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആപ്ലിക്കേഷൻ ഏതാണെന്നും എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത്തോട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഷെയർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ടാസ്ക്കാണ്. ഇപ്പോൾ ആപ്ലിക്കേഷനാകാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യാനോ അങ്ങനെ രജിസ്റ്റർ ചെയ്യാനോ ഒക്കെ ആയിരിക്കും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ഇവിടെ നമ്മൾ സൈനപ്പ് ചെയ്യാനോ രജിസ്ട്രേഷൻ ചെയ്യാനോ അങ്ങനെയല്ല വേണ്ടത്. മറ്റേ ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഇപ്പം ഒരു ടാസ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ടോ ഇടുക എന്ന് കരുതുക. അത് ലിങ്ക് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്താലാണ് നമുക്ക് എമൗണ്ട് കിട്ടുക. മനസ്സിലായോ? അല്ലാതെ നമ്മൾ മറ്റേ ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ സൈനപ്പ് ചെയ്യണമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ്റെയും വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആരൊക്കെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആരൊക്കെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ നോക്കിയിട്ടായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക. മിനിമം ഒരു 100 എമൗണ്ട് ആയി കഴിഞ്ഞാൽ 100 രൂപ ആയി കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. UPI വഴി വിഡ്രോവൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിവിടെ ആദ്യമേ സൈനപ്പ് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ടാസ്ക് കാണും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഫ്രണ്ട്സ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ സൈനപ്പ് ചെയ്താൽ നമുക്ക് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. മിനിമം 100 രൂപയായി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ ടാസ്കിനും എത്ര രൂപ വെച്ച് കിട്ടുമെന്നുള്ളത് അവർ ആ ഒരു ടാസ്കിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര രൂപയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്ര പേർക്ക് ഷെയർ ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല. എത്ര പേർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. എത്ര പേര് ഡൗൺലോഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അവിടെ ഓപ്ഷനായിട്ട് അവർ കാണിക്കുന്നുണ്ട്. വാലിഡിറ്റി ബാലൻസും റിവ്യൂ ബാലൻസും എന്നും പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് കിട്ടുന്ന വാലിഡി എമൗണ്ട് കാണിക്കുന്നത്, മറ്റേത് റിസീവിങ് എമൗണ്ട്. അങ്ങനെ അവർ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് നോക്കാം. അതുകൂടാതെ നമ്മളിപ്പം എമൗണ്ട് പെൻഡിങ്ങിലാണെങ്കിൽ അവർ അതിനുള്ളത് ഓപ്ഷൻ കാണിക്കും. അതല്ല നമ്മുടെ വാലിഡ് ആയി ക്രെഡിറ്റ് ആയെങ്കിൽ അതും അവർ എന്ത് ചെയ്യും, അതാത് ദിവസത്തേത് അവരത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് അവർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ അവർ ഏണിങ്ങിൻ്റെ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി നമുക്ക് എത്ര രൂപ ഇനി പെൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ എത്ര രൂപ നമുക്കിനി ക്രെഡിറ്റ് ആകാനുണ്ട് എന്നൊക്കെ നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വളരെ സിമ്പിൾ വർക്കാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ടൊന്ന് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രം മതി.
അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഇതിൽ UPI വഴിയായിരിക്കും വിഡ്രോവൽ ചെയ്യുക. UPIയുടെ മെയിൽ ID യും ഇത് കൊടുത്താൽ മതി, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, സീ യു.